ഇന്ന് നമുക്കൊരു ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ഞാനൊരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച സാജീരകം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ തൈര്. പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ 2 സവോള ആദ്യം പൊരിച്ച് വെക്കണം. അതിൻ്റെ എണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ചിക്കനിൽ ചേർത്ത അതേ പൊടികളുടെ പകുതി വെച്ചിട്ട് ഇതിലും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം. ഇനി വെന്ത തക്കാളിയിലേക്ക് മുന്നേ പൊരിച്ച് വെച്ച സവാള കുറച്ച് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്ത് ഇവയെല്ലാം കൂടി നന്നായി വഴറ്റണം. ഇനി 2 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കണം. അതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 10-20 മിനിറ്റ് നമ്മൾ ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചാർക്കോൾ ഒരു പാത്രത്തിലാക്കി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് അവിടെ അടച്ച് വെക്കണം. ഇനി ബാസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. അത് കുതിർത്തതിന് ശേഷം നന്നായി കഴുകി ഒരു അരിപ്പയിലേക്ക് വെള്ളം വാരാൻ വെക്കണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് സാജീരകം കുറച്ചിട്ട് കൊടുക്കണം. സാജീരകം എന്തായാലും ഇടണം. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ചധികം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ചോറ് നമ്മൾ ഊറ്റിയെടുക്കാനുള്ളതാണ്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം നല്ല എണ്ണം തിളച്ചതിലേക്ക് ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുത്ത് ഒരു 3/4 വേവ് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ചോറ് ദമ്മിടാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയും ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ചേർത്ത് പിന്നെ മല്ലി പുതിനയില കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ പൊരിച്ച ബാക്കി ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം.